വെൽക്കം ഓൾ ടു സുനൂസ് ബയോസ് വീഡിയോ. ഈ വീഡിയോയിൽ +1 സുവോളജിയിലെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ശ്വസനവും വാതക വിനിമയവും എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് തന്നിരിക്കുന്നത്. ഇത് വളരെ വിശദമായി മനസ്സിലാക്കി പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ പാഠത്തിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാവുന്നതാണ്. എല്ലാവിധ ആശംസകളോടെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്സ് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. മനുഷ്യരിലെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാം? 1 പെയർ ഓഫ് നോസ്ട്രിൽസ്, നേസൽ ക്യാവിറ്റി, നേസോഫാരിങ്സ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്ക്യൂൾസ്, ലങ്സ് made up of alveoli are the main parts of human respiratory system. ഒരു ജോഡി നാസാരന്ധ്രങ്ങൾ, നാസഗഹ്വരം നേസൽ ക്യാവിറ്റി, നാസഗ്രസനി നേസോഫാരിങ്സ്, ഗ്രസനി ഫാരിങ്സ്, സ്വനപേടകം ലാരിങ്സ്, ശ്വാസനാളം ട്രക്കിയ, ശ്വസനികൾ ബ്രോങ്കൈ, ശ്വസനികകൾ ബ്രോങ്ക്യൂൾസ്, ശ്വാസകോശം ലങ്സ് എന്നിവയടങ്ങിയതാണ് മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥ. Look at the picture of human respiratory system and parts. What is pharynx? Mention its function. Pharynx is a short tube that connects mouth and esophagus. Pharynx also connects nasal cavity to trachea. Its upper part is nasopharynx and its lower part is laryngopharynx. Its function is, pharynx helps for the passage of food and air. ആഹാരവും വായുവും പൊതുവായി എത്തിച്ചേരുന്ന ഭാഗമാണ് ഗ്രസനി അല്ലെങ്കിൽ ഫാരിങ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലാരിങ്സ്? ലാരിങ്സ് ഈസ് ദ ലാർജ് അപ്പർ പാർട്ട് ഓഫ് ട്രക്കിയ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിംഗ് വോയിസ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജസ്. ലാരിങ്സ് അഥവാ സ്വനപേടകം തരുണാസ്ഥി നിർമ്മിതമായ ഒരു അവയവമാണ്. ഇത് ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്ലോട്ടിസ്? Slit-like opening that connects larynx with pharynx is called glottis. സ്വനപേടകത്തെയും ഗ്രസനിയെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എപ്പിഗ്ലോട്ടിസ്? വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? ഗ്ലോട്ടിസ് ഈസ് ഗാർഡഡ് ബൈ എ cartilaginous leaf-like elastic lid called epiglottis. Its function is, during swallowing food, saliva, etc., epiglottis closes the glottis and prevents the entry of food into larynx. ആഹാരം വിഴുങ്ങുമ്പോൾ തരുണാസ്ഥി നിർമ്മിതമായ കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു അടപ്പ് ക്ലോമത്തെ പൊതിയുന്നു, ഗ്ലോട്ടിസിനെ കവർ ചെയ്യുന്നു. ഈ അടപ്പാണ് ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ്. ഇത് സ്വനപേടകത്തിലേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രവേശനത്തെ തടയുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. എപ്പിഗ്ലോട്ടിസ് തുറക്കുകയും സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സിലേക്ക് ഭക്ഷണ സാധനങ്ങൾ പ്രവേശിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാരിങ്സിൽ നിന്ന് ശ്വാസനാളത്തിലേക്ക് അല്ലെങ്കിൽ ട്രക്കിയൽ ട്യൂബിലേക്ക് ഭക്ഷണം കടക്കാൻ ഇത് കാരണമാക്കുകയും ചെയ്യും. ആറാമത്തെ ചോദ്യം, നെയിം ദ ഡബിൾ ലെയേർഡ് കവറിംഗ് ഓഫ് ലങ്സ്. ആൻസർ ഈസ് പ്ലൂറ. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഔട്ടർ ലെയർ ഓഫ് പ്ലൂറൽ മെംബ്രെയിൻ ഈസ് അറ്റാച്ച്ഡ് ടു ഡാഷ്. ആൻസർ ഈസ് ദ വോൾ ഓഫ് ദ thoracic cavity. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഇന്നർ ലെയർ ഓഫ് പ്ലൂറൽ മെംബ്രെയിൻ ഈസ് അറ്റാച്ച്ഡ് ടു ഡാഷ്. ആൻസർ ഈസ് lung surface. Ninth question, what is the function of pleura? The double-layered pleura is filled with pleural fluid which reduces friction on the lung surface. രണ്ട് ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. രണ്ട് സ്തരങ്ങൾക്കിടയിൽ പ്ലൂറൽ ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. ഇത് ശ്വാസകോശ ഉപരിതലത്തിലെ ഘർഷണം കുറയ്ക്കുന്നു. 10th question, write down various steps in respiration. First one, breathing or pulmonary ventilation, by which atmospheric air is drawn in and carbon dioxide rich
alveolar air is released out. ശ്വാസോച്ഛ്വാസം വഴി, അതായത് ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ വഴി അന്തരീക്ഷ വായുവിനെ, അറ്റ്മോസ്ഫറിക് എയറിനെ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള വായു അറയിലെ വായുവിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. റെസ്പിറേഷൻ്റെ രണ്ടാമത്തെ ഘട്ടം നോക്കാം. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എക്രോസ് ആൽവിയോളാർ മെംബ്രെയിൻ. വായു അറയുടെ ആൽവിയോളസിൻ്റെ സ്തരത്തിലൂടെയുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വ്യാപനമാണ് രണ്ടാമത്തെ ഘട്ടം. തേർഡ് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്, അതായത് രക്തത്തിലൂടെയുള്ള വാതകങ്ങളുടെ സംവഹനം. ഫോർത്ത് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ ഈസ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ദാറ്റ് ഈസ് രക്തവും കലകളും തമ്മിലുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ ഈസ് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് ദ റിസൾട്ടൻറ്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. കോശങ്ങളുടെ അപചയ പ്രവർത്തനങ്ങൾക്കായി ഓക്സിജൻ ഉപയോഗപ്പെടുത്തുകയും തൽഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതിനെ കോശ ശ്വസനം അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ആർ ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ബ്രീത്തിങ്? ഫസ്റ്റ് വൺ ഇൻസ്പിരേഷൻ, ഉച്ഛ്വാസം. സെക്കൻഡ് വൺ എക്സ്പിരേഷൻ, നിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഹൗ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഈസ് ക്യാരിഡ് ഔട്ട്? ആൻസർ ഈസ് by the pressure gradient between the lungs and the atmosphere. ശ്വാസകോശങ്ങൾക്കും അന്തരീക്ഷത്തിനും ഇടയിൽ രൂപപ്പെടുന്ന മർദ്ദവ്യത്യാസമാണ് ശ്വാസകോശങ്ങൾക്കുള്ളിലേക്കും പുറത്തേക്കുമുള്ള വായുസഞ്ചാരം സാധ്യമാക്കുന്നത്. 13th question. How the pressure gradient is created between lungs and atmosphere? The pressure gradient is created by the contraction and relaxation of diaphragm. And second one is external and internal intercostal muscles between the ribs. മലയാളത്തിൽ ഡയഫ്രത്തെ പറയുന്നത് പ്രാചീരം എന്നാണ്. പ്രാചീരവും വാരിയല്ലുകൾക്കിടയിലുള്ള ഇൻ്റർകോസ്റ്റൽ പേശികളും മർദ്ദവ്യത്യാസം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. 14th question. Define inspiration. The breathing in of atmospheric air into the alveoli of lungs is called inspiration. Inspiration is an active process and uses mechanical energy. അന്തരീക്ഷവായു ശ്വാസകോശത്തിലെ ആൽവിയോളസിലേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം. 15ാമത്തെ ചോദ്യം. At what condition inspiration takes place? Inspiration takes place when pressure within the lungs, that is intrapulmonary pressure, becomes less than the atmospheric pressure. അതായത് ശ്വാസകോശത്തിനുള്ളിലെ വായുമർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുമ്പോഴാണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ നടക്കുന്നത്, അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത്. 16th question. Write down the various stages involved in inspiration process. First step is contraction of diaphragm increases the volume of thoracic chamber. ഉച്ഛ്വാസം ആരംഭിക്കുന്നത് പ്രാചീരം അല്ലെങ്കിൽ ഡയഫ്രം ചുരുങ്ങുകയും കൺട്രാക്റ്റ് ചെയ്യുകയും ഔരസാശയ അറയുടെ വ്യാപ്തം മുകളിൽ നിന്ന് താഴേക്ക് ആൻറ്റീരോ പോസ്റ്റീരിയർ ആക്സിസിൽ കൂടുകയും ചെയ്യുമ്പോഴാണ്. രണ്ടാമത്തെ ഘട്ടം നോക്കാം. കൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ലിഫ്റ്റ്സ് അപ്പ് ദ മസിൽസ് ഓഫ് റിബ്സ് ആൻഡ് സ്റ്റെർണം. ബാഹ്യ ഇൻ്റർകോസ്റ്റൽ പേശികൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ചുരുങ്ങുന്നത് മൂലം വാരിയല്ലുകൾ, മാറെല്ല് എന്നിവ മുകളിലേക്കും മുൻപിലേക്കും ഉയരുകയും ഔരസാശയ അറയുടെ തൊറാസിക് ചേംബറിൻ്റെ വ്യാപ്തം വർദ്ധിക്കുകയും ചെയ്യുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താവുന്നതാണ്. ഇൻസ്പിരേഷൻ്റെ മൂന്നാമത്തെ ഘട്ടം നോക്കാം. ഇൻക്രീസ് ഇൻ തൊറാസിക് വോള്യം കോസസ് ഇൻക്രീസ് ഇൻ പൾമണറി വോള്യം. അതായത് ഔരസാശയത്തിൻ്റെ വ്യാപ്തം കൂടുന്നത് വഴി ശ്വാസകോശത്തിൻ്റെ വ്യാപ്തവും വർദ്ധിക്കുന്നു. ഇൻസ്പിരേഷൻ്റെ നാലാമത്തെയും അവസാനത്തെയുമായ ഘട്ടം നോക്കാം. ഇൻക്രീസ് ഇൻ പൾമണറി വോള്യം കോസസ് എൻട്രി ഓഫ് എയർ ഫ്രം ഔട്ട്സൈഡ് ഇൻ ടു ലങ്സ്. മൂന്നാമത്തെ ഘട്ടത്തിൽ പൾമണറി വോള്യം അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ വ്യാപ്തം വർദ്ധിക്കുന്നു.
നാലാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്വാസകോശത്തിനുള്ളിലെ വായുമർദ്ദം അന്തരീക്ഷമർദ്ദത്തേക്കാൾ കുറയുകയും അങ്ങനെ അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഉച്ഛ്വാസം. 17ാമത്തെ ചോദ്യം, ഡിഫൈൻ എക്സ്പിരേഷൻ. The breathing out of used air from the lungs to the atmosphere is called expiration. Expiration is a passive process. ശ്വാസകോശങ്ങൾക്കുള്ളിലെ വായു പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് നിശ്വാസം. നിശ്വാസം ഒരു പാസീവ് പ്രക്രിയയാണ്, ഊർജം ആവശ്യമില്ല. 18ാമത്തെ ചോദ്യം, at what condition expiration takes place? Expiration takes place when the intrapulmonary pressure is higher than the atmospheric pressure. ശ്വാസകോശങ്ങൾക്കുള്ളിലെ മർദ്ദം അന്തരീക്ഷമർദ്ദത്തേക്കാൾ വർദ്ധിക്കുമ്പോൾ ശ്വാസകോശങ്ങൾക്കുള്ളിലെ വായു പുറന്തള്ളപ്പെടുന്നു. ഇതാണ് നിശ്വാസം. Question number 19. Write down various steps in the process of expiration. First one, relaxation of the diaphragm and the intercostal muscles returns the diaphragm and sternum to the normal position. ഡയഫ്രം എന്ന് പറഞ്ഞാൽ പ്രാചീരമാണെന്നറിയാലോ. പ്രാചീരവും ഇൻ്റർകോസ്റ്റൽ പേശികളും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ഡയഫ്രവും സ്റ്റേർണവും നോർമൽ പൊസിഷനിലേക്ക് ആകുന്നു. ദിസ് റെഡ്യൂസസ് തൊറാസിക് വോള്യം ആൻഡ് പൾമണറി വോള്യം. ഇത് ഔരസാശയ അറയുടെയും ശ്വാസകോശ അറയുടെയും വ്യാപ്തം കുറയ്ക്കുന്നു. എക്സ്പിരേഷൻ്റെ മൂന്നാം ഘട്ടം, ദിസ് ലീഡ്സ് ടു എൻ ഇൻക്രീസ് ഇൻ intrapulmonary pressure above the atmospheric pressure and causes the expulsion of air from the lungs. അതായത് ശ്വാസകോശത്തിൻ്റെ വ്യാപ്തം കുറയുകയും തൽഫലമായി ശ്വാസകോശങ്ങൾക്കുള്ളിലെ മർദ്ദം അന്തരീക്ഷമർദ്ദത്തേക്കാൾ വർദ്ധിക്കുന്നു. ശ്വാസകോശങ്ങൾക്കുള്ളിലെ വായു പുറന്തള്ളപ്പെടുന്നു. ഇങ്ങനെ നിശ്വാസം സംഭവിക്കുന്നു. ഇനി 20ാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ അപ്പാരറ്റസ് യൂസ്ഡ് ടു മെഷർ ദ റേറ്റ് ഓഫ് ബ്രീത്തിങ്. ആൻസർ ഈസ് സ്പൈറോമീറ്റർ. ശ്വാസമാപിനി എന്നും പറയും. Question number 21. Define tidal volume and residual volume. Volume of air inspired or expired during a normal respiration is called tidal volume or TV. TV is 500 ml. ടൈഡൽ വോള്യം TV അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ഉച്ഛ്വാസ നിശ്വാസ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വായുവിൻ്റെ അളവിനെയാണ്. ആരോഗ്യവാനായ ഒരു വ്യക്തിയിൽ ഇത് ഏകദേശം 500 ml ആണ്, 500 milliliter. ഇനി റെസിഡ്യുവൽ വോള്യം എന്താണെന്ന് നോക്കാം. വോള്യം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൺ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ ഈസ് കോൾഡ് റെസിഡ്യുവൽ വോള്യം. ആവറേജ് 1100 ml to 1200 ml ഈസ് ദ റെസിഡ്യുവൽ വോള്യം. റെസിഡ്യുവൽ വോള്യം RV അല്ലെങ്കിൽ ശിഷ്ടവ്യാപ്തം എന്താണെന്ന് നോക്കാം. ശക്തമായ ഒരു നിശ്വാസത്തിന് ശേഷവും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുന്ന വായുവിൻ്റെ അളവാണ് ശിഷ്ടവ്യാപ്തം അല്ലെങ്കിൽ റെസിഡ്യുവൽ വോള്യം. ഇത് ശരാശരി 1100 മുതൽ 1200 milliliter ആണ്. Question number 22. What are the ways of transport of oxygen through blood? First one, 97% of oxygen is transported by RBC in blood. 3% of oxygen is carried in dissolved state through plasma. ഏകദേശം 97% ഓക്സിജൻ സംവഹനം ചെയ്യപ്പെടുന്നത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ വഴിയാണ്. ബാക്കിയുള്ള 3% ഓക്സിജൻ രക്തത്തിലെ പ്ലാസ്മയിൽ ലയിച്ച് സംവഹനം ചെയ്യപ്പെടുന്നു. Question number 23. What are the factors which affect the binding of oxygen with the hemoglobin? There are 4 factors. 1. Partial pressure of oxygen. 2. Partial pressure of carbon dioxide. 3. H+ ion concentration. 4. Temperature. Question number 24. Percentage of oxygen transported in the form of oxyhemoglobin is dash. 97%. Question number 25. In the RBC, oxygen can bind with the hemoglobin to form dash. Answer is oxyhemoglobin. Question number 26. What are the factors favorable for the formation of oxyhemoglobin in the alveoli? ആൽവിയോളയിൽ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടിച്ചേർന്ന് ഓക്സിഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിന് വേണ്ട അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം? ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഹൈ PO2. ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ലോ PCO2. ലെസ്സർ H+ ion concentration and lower temperature.
പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അംശിക മർദ്ദം. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അംശിക മർദ്ദം. വായു അറകളിലെ ഉയർന്ന PO2, കുറഞ്ഞ PCO2, കുറഞ്ഞ H+ ഗാഢത, കുറഞ്ഞ ഊഷ്മാവ് എന്നിവ ഓക്സിഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. Question number 27. What are the factors favorable for the dissociation of oxygen from the oxyhemoglobin in the tissues? കലകളിൽ വെച്ച് ഓക്സിഹീമോഗ്ലോബിൻ വേർപിരിഞ്ഞ് ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ എന്തെല്ലാം? 1. Low partial pressure of oxygen, low PO2. 2. High PCO2, high partial pressure of carbon dioxide. മൂന്നാമത്തേത് ഹൈ H+ അയോൺ കോൺസെൻട്രേഷൻ. 4. ഹയർ ടെമ്പറേച്ചർ. കലകളിലെ കുറഞ്ഞ PO2, ഉയർന്ന PCO2, ഉയർന്ന H+ അയോണിൻ്റെ ഗാഢത, ഉയർന്ന ഊഷ്മാവ് എന്നിവ ഓക്സിഹീമോഗ്ലോബിനിൽ നിന്ന് ഓക്സിജനെ സ്വതന്ത്രമാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. Question number 28. How much oxygen releases to the tissues from 100 ml of blood under normal conditions? 5 ml of oxygen. Question number 29. Observe the graph. A. Identify the graph. B. Label X and Y. Answer is, the graph is oxygen dissociation curve. B. X-axis represents partial pressure of oxygen in millimeter mercury. Y-axis represents percentage saturation of hemoglobin with oxygen. Question number 30. What is the effect of PCO2 on oxygen transport? At low PCO2, oxygen binds with hemoglobin to form oxyhemoglobin. Oxygenation of hemoglobin takes place in the alveoli. Simple equation: Hb plus O2 gives HbO2. Hemoglobin plus oxygen gives oxyhemoglobin. At high PCO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അംശിക മർദ്ദം കൂടുതലാണെങ്കിൽ ഓക്സിജൻ ഡിസോസിയേറ്റ്സ് ഫ്രം ദ ഓക്സിഹീമോഗ്ലോബിൻ. ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ടേക്സ് പ്ലേസ് ഇൻ ദ ടിഷ്യൂസ്. Hb4O8 gives Hb4 plus 4O2. Oxyhemoglobin gives hemoglobin plus oxygen. Question number 31. What is oxygen dissociation curve? Mention its use. A sigmoid curve is obtained when percentage saturation of hemoglobin with oxygen is plotted against partial pressure of oxygen or PO2. This curve is called oxygen dissociation curve. ഓക്സിജനാൽ പൂരിതമാകുന്ന ഹീമോഗ്ലോബിൻ്റെ ശതമാനവും, അതായത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, ഓക്സിജൻ്റെ അംശിക മർദ്ദവും ഉപയോഗിച്ച് ഒരു ഗ്രാഫ് ചിത്രീകരിച്ചാൽ നമുക്ക് എസ് ആകൃതിയിലുള്ള വക്രത അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് ലഭ്യമാകും. ഇങ്ങനെ കിട്ടുന്ന വക്രതയെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ വിശ്ലേഷണ വക്രം അല്ലെങ്കിൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നു. Second part of the question is, mention the use of sigmoid curve. Sigmoid curve is highly useful in studying the effect of factors like PCO2, H+ ion concentration, etc. on binding of oxygen with hemoglobin. അതായത് ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള സംയോജനത്തെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളായ PCO2, H+ അയോണുകളുടെ ഗാഢത, ഊഷ്മാവ് തുടങ്ങിയവ മനസ്സിലാക്കുന്നതിന് ഓക്സിജൻ ഹീമോഗ്ലോബിൻ വിശ്ലേഷണ വക്രം ഉപയോഗിക്കാം. Question number 32. Which part of medulla controls respiration? Answer is respiratory rhythm center. Respiratory rhythm centerനെ ശ്വസന താളക്രമ കേന്ദ്രം എന്ന് പറയുന്നു. Question number 33. Which part of the brain controls the functions of respiratory rhythm center? The pneumotaxic center present in the pons region of brain regulate the respiratory rate. തലച്ചോറിൻ്റെ പോൺസ് ഭാഗത്ത് കാണുന്ന ശ്വസന സംവേദ കേന്ദ്രത്തിന് ന്യൂമോടാക്സിക് സെൻറ്ററിന് ശ്വസന താളക്രമ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മിതപ്പെടുത്താൻ സാധിക്കും. Question number 34. Give 3 examples of respiratory disorders. 1. Asthma. 2. Emphysema.
3. Occupational respiratory disorders. Occupational respiratory disorders എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായി ഉണ്ടാകുന്ന ശ്വസന തകരാറുകളാണ്. Question number 35. What is asthma? Asthma is difficulty in breathing causing wheezing due to the inflammation of bronchi and bronchioles. ശ്വസനിയിലും ശ്വസനികകളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വസന തടസ്സമാണ് ആസ്മ. What is emphysema? How is it caused? Emphysema is a chronic disorder in which alveolar walls are damaged due to which respiratory surface decreases. The major cause of emphysema is cigarette smoking. മാരകമായ ഒരു ശ്വാസകോശ രോഗമാണ് എംഫിസീമ. വായു അറകളുടെ ഭിത്തി നശിക്കുകയും ശ്വസനപ്രതലത്തിൻ്റെ വിസ്തീർണം കുറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം പുകവലിയാണ്. Question number 37. What are occupational respiratory disorders? The pulmonary diseases caused due to the exposure of harmful substances like gas, dust, fumes, etc. present in the working environment of a person are called occupational respiratory diseases. Examples: silicosis, asbestosis. പാറ പൊട്ടിക്കൽ, പൊടിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അമിതമായി പൊടിപടലങ്ങൾ ശ്വസിക്കാൻ ഇടവരുകയും തന്മൂലം അവരുടെ പ്രതിരോധശക്തി കുറയുകയും ചെയ്യാറുണ്ട്. ഇതിന് ദീർഘകാലം വിധേയമായാൽ ശ്വാസകോശത്തിൽ നീർക്കെട്ട്, വായു അറകളിൽ മാംസ്യനാരുകളുടെ രൂപീകരണം തുടങ്ങിയവയിലൂടെ ശ്വാസകോശം നശിക്കുന്നു. ഇത്തരം അസുഖങ്ങളെയാണ് തൊഴിൽപരമായി ഉണ്ടാകുന്ന ശ്വസന തകരാറുകൾ എന്നറിയപ്പെടുന്നത്. Question number 38. Write the characteristics of silicosis and asbestosis. Silicosis and asbestosis are characterized by fibrosis of lungs. Fibrosis is the proliferation of fibrous connective tissue in the lungs and associated inflammation. അമിതമായി പൊടിപടലങ്ങൾ ശ്വസിക്കുന്നത് മൂലം ശ്വാസകോശത്തിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, വായു അറകളിൽ മാംസ്യനാരുകളുടെ രൂപീകരണം അല്ലെങ്കിൽ ഫൈബ്രോസിസ് തുടങ്ങിയവയിലൂടെ ശ്വാസകോശം നശിക്കുന്നു. Question number 39. What are the preventive measures of occupational lung diseases? 1. Workers in the industries should wear protective mask. 2. Minimizing the exposure to harmful dust. തൊഴിൽപരമായി ഉണ്ടാകുന്ന ശ്വസന തകരാറുകൾ പരിഹരിക്കുന്നതിനായി തൊഴിലിൽ ഏർപ്പെടുന്നവർ പൊടിപടലങ്ങളിൽ നിന്നുള്ള സുരക്ഷയ്ക്കായി മുഖാവരണം ധരിക്കേണ്ടതാണ്. Question number 40. Observe the graph. A. Identify the partial pressure of oxygen when 50% of saturation of hemoglobin with oxygen. Answer for A is partial pressure of oxygen is 30 mm of mercury. ഈ ഗ്രാഫ് നോട്ട്ബുക്കിൽ വരച്ച് അടയാളപ്പെടുത്തി നോക്കുക. Question number 40 part B. Mention the factors favorable for the formation of oxyhemoglobin in alveoli. 1. High PO2. 2. Low PCO2. 3. Low H+ concentration. 4. Low pH. 5. Low temperature. Question number 41. Name the biological principle involved in the exchange of gases between the lungs and the blood. Answer is diffusion. Question number 42. Prepare a flow chart showing the passage of air to lungs. Hints: larynx, bronchi, glottis, alveoli, external nostrils, bronchioles, trachea, nasopharynx. Rearrange ചെയ്ത് എഴുതുക. First one, external nostrils. Air goes to nasopharynx, glottis, larynx, trachea, bronchi, bronchiole, alveoli. കറക്റ്റ് ഓർഡറിൽ എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. ആരോ കറക്റ്റ് ആയിരിക്കണം. Question number 43. The structure of alveolar wall is well suited for its functions. Do you agree? Substantiate. Yes. Question number 43. Second part is the thin, flat, moist epithelial cells enable easy diffusion of respiratory gases. The epithelial cells of alveolus secrete the surface active agents called surfactant. The surfactant reduces the surface tension of fluids in the alveoli. Hence, surfactant prevents alveolar collapse and sticking of alveolar wall during expiration. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിലുണ്ട്. നന്നായി പഠിക്കുക.
Thank you for watching this video. If you like this video, share and subscribe Sunu's Bios.